Hello my dear students, welcome to another class of academic writing. ഇപ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങിലെ റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് പാർട്ട് 2 എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് സി വി, ബയോഡാറ്റ, റെസ്യൂമെ, ഇമെയിൽ, കവർ ലെറ്റർ, മെമോ എക്സെട്ര. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സി വി, ബയോഡാറ്റ ആൻഡ് റെസ്യൂമെ? ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവ തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കാം. സി വിയും റെസ്യൂമയും ലെങ്ത്തിൽ ഒരുപോലെയാണ്. സി വിയും റെസ്യൂമയും ലെങ്ത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, പക്ഷേ അവരുടെ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ സി വിയും റെസ്യൂമയും അവ എഴുതുന്നതിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സി വിയിൽ ശരിക്ക് 2 മുതൽ 4 പേജുകൾ വരെ വരാം, പക്ഷേ റെസ്യൂമെയിൽ നമുക്ക് 1-2 പേജസ് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പം മിക്കവാറും ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ സി വി, റെസ്യൂമെ ഇതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറ്. അപ്പോൾ സി വി ഒരു എഡ്യൂക്കേഷൻ്റെയും ഒരാളുടെ എഡ്യൂക്കേഷൻ്റെയും ലൈഫിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് പിക്ചർ തരുന്നു സി വി. കരിക്കുലം വിറ്റെ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സോ യുവർ ലാറ്റിൻ വേർഡ്, അതായത് എ കോഴ്സ് ഓഫ് വൺസ് ആക്ഷൻ എന്നുള്ളതാണ് സി വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ റെസ്യൂമെ എന്ന് പറയുന്നത് ഒരാളുടെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽസ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പിക്ചർ റെസ്യൂമെ തരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ബയോഡാറ്റ എന്ന് നോക്കാം. അപ്പോൾ സി വിയും റെസ്യൂമയും ലെങ്ത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ബയോഡാറ്റ ഈസ് ഓൾസോ കോൾഡ് പേഴ്സണൽ ഡാറ്റ. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലീജിയൻ, റേസ് ആൻഡ് നാഷണാലിറ്റി ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ ബയോഡാറ്റയിൽ കൊടുക്കുന്നത്. ബയോഡാറ്റയിൽ അക്കാഡമിക് സ്കിൽസിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഗവൺമെൻറ് ജോബ്സിനാണ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് ബയോഡാറ്റ മിക്കവാറും കേസസിൽ. ഇനി നമുക്ക് എങ്ങനെ ഒരു കവർ ലെറ്റർ നിർമ്മിക്കാം, എങ്ങനെ ഒരു സി വി നിർമ്മിക്കാം എന്ന് നോക്കാം. അപ്പോൾ കവർ ലെറ്ററും സി വിയും അല്ലെങ്കിൽ റെസ്യൂമെയും നിങ്ങൾക്ക് എക്സാമിന് ഓൾമോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മളത് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി വിയും സി വിയും കവർ ലെറ്ററും എഴുതാനാണ്. അതായത് ABC യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ പേര് കൊടുത്തതാണ്. യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഒഴിവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്തേക്ക്, ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൻ്റെ അടുത്ത് ഒരു സി വി തയ്യാറാക്കാനാണ് സി വിയും കവർ ലെറ്ററും. അപ്പോൾ സി വി തയ്യാറാക്കാൻ പറയുമ്പോൾ നമ്മൾ കവർ ലെറ്ററും കൂടി അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പം അഡ്രസ്സ് എങ്ങനെ കൊടുക്കണം, എന്തൊക്കെ കണ്ടന്റ് അതിൽ കൊടുക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കവർ ലെറ്റർ എന്ന് ആദ്യം നോക്കാം. കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു റെസ്യൂമയുടെ എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് റെസ്യൂമയിൽ അല്ലെങ്കിൽ സി വിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ എക്സ്ട്രാ ഇൻഫർമേഷൻ ഒന്ന് ഡയറക്റ്റായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കവർ ലെറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇതിൽ 2-3 പാരഗ്രാഫുകൾ മസ്റ്റായിട്ട് വേണം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പോസ്റ്റ്, എന്ത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ അതിൽ തന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എഴുതുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ജോബ് വാക്കൻസിയെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ള ഡീറ്റെയിൽസും. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, കറൻറ്റ് ജോബ്, നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സ്കിൽസ്, ഇതൊക്കെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലും കൊടുക്കും. തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോബ് ഇഷ്ടപ്പെടുന്നത്, നമുക്ക് എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്താണ് ആ ഒരു കമ്പനിക്ക് ഓഫർ ചെയ്യാനുള്ളത്, നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ, അതായത് നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറിയ രീതിയിൽ അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് കവർ ലെറ്ററിൽ നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്നാണ് അവൈലബിൾ ആവുക, അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി അവർക്ക്
ഒരു ഫിക്സ്ഡ് ഡേറ്റ് കൊടുക്കുന്നതിന് പകരം ഞാൻ ഇന്ന ആഴ്ച ഫുള്ള് ഫ്രീ ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ ഞങ്ങൾ വരട്ടെ എന്നുള്ള ഒരു റിക്വസ്റ്റ്. ദാറ്റ് ഈസ് ലാസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ സി വിൻ്റെ മെയിൻ കോമ്പണൻസ് ആണ് കോൺടാക്ട് ഇൻഫർമേഷൻ, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എക്സ്പീരിയൻസ്, പേഴ്സണൽ പ്രൊഫൈൽ ആൻഡ് റെഫറൻസസ്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇപ്പോൾ സി വി എങ്ങനെ തയ്യാറാക്കണം, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഈ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഇത് ഓരോന്നും ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് കവർ ലെറ്റർ. കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ സി വി അല്ലെങ്കിൽ റെസ്യൂം എഴുതുമ്പോൾ അതിന് എൻക്ലോസ് ചെയ്തിട്ടുള്ള കവർ ലെറ്റർ, അതിൽ ആദ്യം നമ്മൾ വലത്തെ അറ്റത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ അഡ്രസ്സ്, സെൻറ്ററുടെ അഡ്രസ്സാണ് 11 ഫോർട്ട് നഗർ, PY റോഡ്, ജയ്സാൽമാർ, 1 മാർച്ച് 2020. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ അഡ്രസ്സും ഡേറ്റും, ഡേറ്റിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ഡേറ്റ് ആദ്യം നമ്മുടെ ഏത് മാസം മന്ത് രണ്ടാമതാണ്, ഇയർ മൂന്നാമത്, ഫസ്റ്റ് ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള ഫോർമാറ്റിൽ എഴുതുക. അപ്പം ഇത് സെൻറ്ററുടെ അഡ്രസ്സാണ്, നമ്മുടെ അഡ്രസ്സാണ്. നമ്മുടെ പേര് ഇവിടെ ഒന്നും എഴുതരുത്, നമ്മുടെ പേര് ഏറ്റവും അവസാനമാണ് എഴുതേണ്ടത്. അപ്പോൾ കവർ ലെറ്ററിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് ABC യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനാണ് നമ്മൾ മിസ്റ്റർ ഷാഹിൻ M എന്നുള്ളവർക്കാണ് നമുക്ക് ഈ ഒരു ലെറ്റർ എഴുതാനുള്ളത്, കവർ ലെറ്റർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഡേറ്റ് ലൈൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ലൈനിൽ തന്നെ ഡേറ്റ് ലൈൻ കഴിഞ്ഞതിന് ശേഷം എഴുതാം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും എഴുതാം. അദ്ദേഹം ആരാണ്, എന്താണ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം, ഏത് യൂണിവേഴ്സിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. ഡിയർ മിസ്റ്റർ ഷാഹിൻ, ഇവിടെ ഒരു കോമ മിസ്സിംഗ് ആണ്, ഇവിടെ കോമ ഇട്ട് കൊടുക്കണം. അദ്ദേഹം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എഴുതാം, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം. സോ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ ലെറ്ററിനും സെയിം ആണ്. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദി പൊസിഷൻ ഓഫ് ഡാഷ്, ഇവിടെ റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ ന്യൂസ്, ഞാൻ റിസർച്ച് ഫീൽഡിലെ ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഈ ഒരു ന്യൂസ് പേപ്പറിൽ. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങും എക്സ്പീരിയൻസൊക്കെ ഇതിനോട് മാച്ച് ചെയ്തു, കരിയർ ഗോളൊക്കെ മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിൽ എൻ്റെ റെസ്യൂം അല്ലെങ്കിൽ CV ഞാൻ അവിടെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതുക. ഇപ്പോൾ ഞാൻ ഐ ആം കറൻ്റ്ലി വർക്കിംഗ് ആസ് എൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫ് ജേർണലിസം ഇൻ ചെന്നൈ, കോളേജിൻ്റെ പേര് എഴുതുക. പിന്നെ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, മുന്നെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു റിസർച്ച് അസിസ്റ്റൻ്റ് കേസാണ്. ഇനി നമുക്ക് വേറെ ഏത് പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് എന്താണ് ഇവിടെ ഓഫർ ചെയ്യാനുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് ക്യാപ്പബിലിറ്റീസ്. ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷനിൽ ഫ്ലുവൻ്റ് ആണ്. പിന്നെ ജേർണലിസം ക്ലബിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ ഐ വിൽ ബി ആൻ അസെറ്റ് ഫോർ എ കമ്പനി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഫോർത്ത് പാരഗ്രാഫിൽ, അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂ ഡേറ്റ്, നമ്മൾ ഏത് സമയമാണ് അവർക്ക് അവൈലബിൾ, ഐ ആം അവൈലബിൾ ഫോർ എ ഇൻ്റർവ്യൂ ഓൺ എനി ഡേറ്റ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾ തീരുമാനിക്കുന്ന ഏത് ഡേറ്റിലും ഞാൻ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് എന്നെ ഈ ഒരു ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഈ ഒരു ലൈന് എല്ലാത്തിലും കോമൺ ആണ്. ഐ ആം അവൈലബിൾ ഫോർ എ ഇൻ്റർവ്യൂ ഓൺ എനി ഡേറ്റ് ഓഫ് യുവർ ചോയ്സ്. അപ്പോൾ അതിൽ 1, 2, 3 സംഗതികൾ ബൈ ഹാർട്ട് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പൊസിഷൻ ഓഫ്, പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ലൈനിൽ എഴുതണം. ഇവിടെ ഒരേ ലൈനിലാണ് എഴുതിയിട്ടുള്ളത്, സെപ്പറേറ്റ് ലൈനിൽ എഴുതണം. പിന്നെ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യുവർ സിൻസിയർലി ഷഹദിയെ എൻക്ലോസ്ഡ് CV.
ഇത് മസ്റ്റാണ്. ഇത് എല്ലാത്തിലും ഒരേപോലെയാണ് വരിക. ഇത് അദ്ദേഹത്തിൻ്റെ പേരാണ്, എഴുതുന്ന ആളുടെ പേര്. ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോസിംഗ് ലൈന് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, ഒരു പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു. യുവർ സിൻസിയർലി ഷഹദിയെ എൻക്ലോസ്ഡ് CV. ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലൈൻ എന്തായാലും കൊടുക്കണം, എൻക്ലോസ്ഡ് CV. സോ ദിസ് ഈസ് ദി ഫോർമാറ്റ് ഓഫ് കവർ ലെറ്റർ. ഡേറ്റ്, ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ്, അയാൾ എന്താണോ പൊസിഷൻ, പിന്നെ നമ്മുടെ പേര് ഏറ്റവും അവസാനം, എൻക്ലോസ്ഡ് CV എന്നുള്ളതിൻ്റെ മുന്നേ ആയിട്ട്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് CV തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. CV തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേകം നല്ലൊരു ഫോർമാറ്റ് ഉണ്ട്. അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, ആദ്യം കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. ആദ്യം നെയിം ഒക്കെ ഒരേ ലൈനിലായിരിക്കണം അലൈൻ ചെയ്യേണ്ടത്. നെയിം എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് അലൈൻമെൻറ്റിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് അലൈൻമെൻ്റൊക്കെ നിങ്ങൾ റെഡിയാക്കി എഴുതുക. CV നെയിം എന്ന് കഴിഞ്ഞിട്ട് ഒരേ ലൈനിൽ കോളൻ ഇട്ടുകൊണ്ട് എഴുതുക. നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ, എന്നാണ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഇമെയിൽ. അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ, 1 നെയിം, 2 അഡ്രസ്സ്, 3 ടെലിഫോൺ, 4 ഇമെയിൽ. ഈ 4 കാര്യങ്ങളും മസ്റ്റായിട്ട് എന്തായാലും ഒരു CVയിൽ എൻക്ലോസ് ചെയ്യണം. അപ്പോൾ അതാണ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ. ഒബ്ജക്റ്റീവ്, ഇത് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ടു ഇലാബറേറ്റ് ആവരുത്, എങ്കിലും കാര്യമുള്ള ഫാക്റ്റുകൾ മാത്രം എഴുതുക. അദ്ദേഹം എന്താണ്, എന്ത് പൊസിഷൻ ആണ്, എന്താണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്തിനാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത് എന്നും ഇതിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവെന്താണ്, അദ്ദേഹം ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ എ കോൺഫിഡൻറ്റ് ആൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ, ആത്മവിശ്വാസമുള്ള ഒരു കരിയർ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം സീക്ക് ചെയ്യുന്നുണ്ട്. ABC യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ അദ്ദേഹം ഒരു തീസീസ് ഒരു ഗൈഡിൻ്റെ മുന്നേ സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും അവസാനം ചെയ്തത് ആദ്യം എഴുതുക. ഇപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു MA കഴിഞ്ഞ ആളാണെങ്കിൽ ആദ്യം MA ഇംഗ്ലീഷ്, അദ്ദേഹത്തിൻ്റെ MA ഇവിടെ MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആണ്. അദ്ദേഹം എവിടെ നിന്നാണോ ചെയ്തത് ആ ഒരു കോളേജിൻ്റെ പേര്, പിന്നെ CGPA, അദ്ദേഹത്തിന് 4ൽ എത്ര പോയിന്റ് കിട്ടി സെമസ്റ്ററിൽ, അല്ലെങ്കിൽ മാർക്ക്, അല്ലെങ്കിൽ ഗ്രേഡ്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ CGPA 3.4 ഔട്ട് ഓഫ് 4, 4ൽ 3.4. അപ്പോൾ അദ്ദേഹം 2014 മുതൽ 16 വരെ MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിൽ നിന്നും ചെയ്തു. അദ്ദേഹത്തിന് 3.4 CGPA കിട്ടി. പിന്നെ അദ്ദേഹം എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാലയളവിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ കരിക്കുലറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവാർഡ് ദിസ് ബെസ്റ്റ് സ്പോർട്സ്മാൻ അവാർഡ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തതാണ്. കേരള ജേർണലിസ്റ്റിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ പറ്റി ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കേരളത്തിലെ ജേർണലിസ്റ്റ് സംഭാവന ചെയ്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു മിനി പ്രോജക്റ്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റഡ്. അപ്പോൾ അത്തരം എക്സ്ട്രാ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു കാലയളവിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ ഇടയിൽ, എഡ്യൂക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. പിന്നെ 2012 മുതൽ 2014 വരെ അദ്ദേഹം BA ചെയ്തു. അപ്പോൾ ആദ്യം MA, പിന്നെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 3.2 CGPA കൂടി അദ്ദേഹം പാസ്സായി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അദ്ദേഹം പ്രൊജക്റ്റോ മറ്റെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത ക്വാളിഫിക്കേഷനാണ് നമ്മൾ എഴുതേണ്ടത്, ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഉള്ള ക്വാളിഫിക്കേഷൻ, പിന്നെ ഹയർ സെക്കൻഡറി,
ഹയർ സെക്കൻഡറി +2 ആണ്, +2 മോഡ്. ഇത് 2010 മുതൽ 12 വരെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേര്, അദ്ദേഹത്തിന് അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലും കെമിസ്ട്രിയിലും A+ കിട്ടി. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് 10th SSLC അദ്ദേഹം ഈ ഒരു സ്കൂളിൽ നിന്നും ചെയ്തു 2007 മുതൽ 2010 വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിലും അദ്ദേഹത്തിന് A+ കിട്ടി. പിന്നെ അദ്ദേഹത്തിന് മറ്റ് സ്കില്ലുകൾ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ശ്രദ്ധിക്കുക, റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ MSc, BSc, ഹയർ സെക്കൻഡറി ആൻഡ് SSLC ഇങ്ങനെയാണ് വരേണ്ടത്. SSLC +2 BA MA എന്ന് പറയുന്നതിന് പകരം MA BA ഹയർ സെക്കൻഡറി +2. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ MBA BBA +2 ആൻഡ് SSLC ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാവുന്ന ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഏത് ഏരിയ ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്, BBA ആണെങ്കിൽ BCom ആണെങ്കിൽ BSc ആണെങ്കിൽ അതിൻ്റെ ഹയർ ഡിഗ്രി ആദ്യം എഴുതാം, എന്നിട്ട് പിന്നെ അടിയിലേക്ക് വരിക. അപ്പോൾ ആ ഒരു വർഷങ്ങളും എഴുതുക, ഏത് ഇയറിലാണ് തുടങ്ങിയത് എന്നിട്ട് എപ്പോഴാണ് അവസാനിപ്പിച്ചത്. സോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതർ സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകൾ. അദ്ദേഹം ബെസ്റ്റ് NSS വോളണ്ടിയർ ആയിട്ട് 2008 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ബെസ്റ്റ് ന്യൂസ് ആങ്കർ അവാർഡ് 2012. സോ ഇവിടെ ഒരു 0 അധികമായിട്ട് വന്നിട്ടുണ്ട്, സോറി. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ ന്യൂസ് ആങ്കറിങ് ആൻഡ് കോണ്ടന്റ് റൈറ്റിംഗ്. അപ്പോൾ ആ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റുകൾ അവിടെ എഴുതുക. പിന്നെ അദ്ദേഹം റെഫറൻസസ്, ഈ ഒരു കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കറിയാവുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ സത്യമാണെന്ന് ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് മുമ്പാകെ അറിയിക്കുകയാണ്. അതാണ് റെഫറൻസസ് എന്നുള്ള സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ 2 ടീച്ചേഴ്സ് അദ്ദേഹത്തിന് ഈ ഒരു കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സും കൊടുക്കുക, ഡോക്ടർ ബാബു ആൻഡ് ഡോക്ടർ രാജ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി CV ആൻഡ് കവർ ലെറ്റർ. അപ്പോൾ ആദ്യം കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക, പിന്നെ അദ്ദേഹത്തിന് മറ്റ് സ്കില്ലുകളും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇൻട്രസ്റ്റുകൾ കൊടുക്കുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, പിന്നെ റെഫറൻസസ് കൊടുക്കുക. കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ വരുന്നു. പിന്നെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്. അവസാനം ചെയ്തത് ആദ്യം, ലേറ്റസ്റ്റ് കം ഫസ്റ്റ്, പിന്നെ നമ്മൾ ഇൻട്രസ്റ്റുകൾ, റെഫറൻസസ് ഇവയൊക്കെ എഴുതുക. ഇനി നമ്മൾ ഇമെയിൽ എന്താണെന്ന് നോക്കാൻ പോവാണ്. ഇമെയിൽ എങ്ങനെയാണത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യനിലൂടെ. അപ്പോൾ നിങ്ങൾ MNOP കോളേജിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, PT ടീച്ചറാണെന്ന് വെക്കുക. അദ്ദേഹം മലപ്പുറത്തെ ഒരു കോളേജിൽ അദ്ദേഹം യു ആർ ആസ്ക്ഡ് ടു ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ മേക്കിംഗ് എ അബൌട്ട് സം സ്പോർട്സ് എക്യുപ്മെൻറ്റ് യുവർ ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ടു അഡ്രസ്സാണ്. ടു അഡ്രസ് മീൻസ് ഇവിടെ ഡെക്കാത്തലോൺ സ്പോർട്സ് അവരുടെ Gmail അഡ്രസ്സാണ്, അവരുടെ മാനേജറുടെ. ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. CC എന്ന് പറഞ്ഞാൽ CCയും BCCയും തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കാം. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ CC എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെയാണോ അഡ്രസ്സ് സെൻഡ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും നമ്മുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യാം, കാണാൻ കഴിയും. ഞാനൊരു ഇമെയിൽ നിങ്ങൾക്ക് അയക്കുകയാണ്, CC ലിസ്റ്റാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഡ്രസ്സും മറ്റുള്ളവർക്ക് നിങ്ങളുടെ അഡ്രസ്സും എല്ലാം കാണാൻ കഴിയും. നേരെ മറിച്ച് BCC ലിസ്റ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആ ഒരു പേഴ്സൺ സെൻഡ് ചെയ്ത ലെറ്റർ ബ്ലൈൻഡ് ആക്കി വെക്കുകയാണ്, മറ്റുള്ളവരുടെ അഡ്രസ്സ് എല്ലാം പ്രൈവറ്റ് ആക്കി വെക്കുകയാണ്. മറ്റുള്ളവരുടെ ഞാനിപ്പോൾ ഒരു 10 ആൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ BCC ലിസ്റ്റാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് CC ലിസ്റ്റുള്ള ആരും കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഡിയർ മാനേജർ അല്ലെങ്കിൽ
അദ്ദേഹത്തിൻ്റെ പേര് അറിയുമെങ്കിൽ അങ്ങനെ ഡിയർ മാനേജർ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നതാണ് ഉത്തമം. അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അദ്ദേഹം എന്താണെന്ന് അപ്പോൾ നമ്മൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ടു എന്ന് എഴുതിയിട്ട് പിന്നെ BCC പിന്നെ ഡിയർ മാനേജർ, ഐ ആം ദ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഓഫ് MNOP കോളേജ് മലപ്പുറം. ഞാൻ മലപ്പുറത്തെ MNOP കോളേജിലെ PT ടീച്ചറാണ്. നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ബ്രോഷർ കണ്ടു, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ കണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ സാധനങ്ങൾ, നിങ്ങളുടെ ഈ ഒരു കുറച്ച് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് could you please send us some more information especially regarding the company details, strength and weaknesses of sports boots. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഞങ്ങൾക്ക് സ്പോർട്സ് ബൂട്ട്സുകളും ഫുട്ബോളുകളും ക്രിക്കറ്റ് ബാച്ചും ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു വിവരങ്ങൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽസ്, നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് അടക്കം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വി ഹാവ് ടു കമ്പയർ ആൻഡ് മേക്ക് ഷുവർ വിച്ച് വുഡ് ബി ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അവർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അത് ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സും ഇനി വാങ്ങാനുള്ള പ്രൊഡക്ട്സും തമ്മിലുള്ള കമ്പാരിസൺ നടത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ആരാണ് അയക്കുന്നത്, അയാളുടെ പൊസിഷൻ ഏതാ, നമ്മളാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ ആം ദ സ്റ്റുഡൻറ്റ് ഓഫ് ദി കോളേജ് എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ഇതും എല്ലാ ഇമെയിൽസിലും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കുഡ് യു പ്ലീസ് സെൻഡ് us some more information about the products. പിന്നെ we would also require a price list and payment terms. നിങ്ങളുടെ പ്രൈസ് ലിസ്റ്റുകളും പേയ്മെൻറ്റ് ടേംസുകളും നിങ്ങൾ അയച്ചാൽ കൊള്ളാം. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റിപ്ലൈ. ഇതെല്ലാ ഇമെയിൽസിലും കോമൺ ആണ്. റിഗാർഡ്സ്, കോമൺ ഷഹദിയ, ഇത് സെൻഡ് ചെയ്യുന്ന ആളുടെ പേര്, പിന്നെ അദ്ദേഹം എന്താണോ എവിടെയാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അപ്പം ഇമെയിലിൽ നമ്മളെ അഡ്രസ്സ് അതായത് സെൻറ്ററിൻ്റെ അഡ്രസ്സ് ഏറ്റവും താഴെയാണ് കൊടുക്കേണ്ടത്. നമ്മൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. സോ ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഇവിടെ റിക്വയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ആദ്യം ടു, പിന്നെ CC, പിന്നെ സെല്യൂട്ടേഷനാണ്, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നെ സ്പേസ് ഇട്ടിട്ട് ആരാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ചെറുങ്ങനെ കൊടുക്കുക. പിന്നെ എന്തിനാണ്, ഇതാണ് അതിൻ്റെ ഏറ്റവും അവസാനം സെൻഡറുടെ അഡ്രസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് മെമോസ്. മെമോസ് എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഇൻഹൗസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെസ്സേജസ് കൈമാറാനാണ് നമ്മൾ ഇൻഹൗസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. സപ്പോസ് എ മാനേജർ സെൻസ് ഇൻഫർമേഷൻസ് ടു എംപ്ലോയീസ്. ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിന് എന്തെങ്കിലും മെസ്സേജ് കൈമാറാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ മെമോ അയക്കും. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഇൻഫോർമലായിട്ടാണ്, വളരെ ഔപചാരികമല്ലാത്ത രീതിയിലാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവരെ ഇൻഫോം ചെയ്യുക, അവിടെ കൺവിൻസ് ചെയ്യുക, മീറ്റിംഗ്സ് അനൗൺസ് ചെയ്യുക, പ്രപ്പോസൽസ് ടു ട്രാൻസ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻസ് ആണ് പ്രിപ്പറേഷൻ ആൻഡ് ഡിറ്റർമിൻ ദ പർപ്പസ് ആൻഡ് ടോപ്പിക്, റൈറ്റിംഗ്, ഓർഗനൈസ് ആൻഡ് റൈറ്റിംഗ്, റിവ്യൂ, റിവൈസിങ് ആൻഡ് ചെക്കിംഗ് മെമോ. ഇതിൻ്റെ 3 സ്റ്റെപ്സ് ആണ്. മെമോ എഴുതുന്നതിൻ്റെ 3 സ്റ്റെപ്സ് ആണ്. ഈ ഒരു കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ടു എന്നുള്ള ഫോർമാറ്റ്, പിന്നെ ഫ്രം, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഡേറ്റ്, ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് ക്ലോസ്. സോ മെമോ ഒക്കെ ഷോർട്ടാവും, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് മെമോ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നും ഓർത്തു വെക്കുക. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഓർഗനൈസിങ് ആൻഡ് റൈറ്റിംഗ്, റിവ്യൂ, റിവൈസിങ് ആൻഡ് ചെക്കിംഗ് മെമോ.
ആദ്യം പ്രിപ്പറേഷൻ, ഡിറ്റർമിനിങ് ദ പർപ്പസ് ആൻഡ് ദ ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് സെൻഡ് ചെയ്യേണ്ടത്, എന്താണ് അവരിലേക്ക് എത്തിക്കേണ്ടതെന്ന് നോക്കുക. പിന്നെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് റൈറ്റ് ചെയ്യുക. പിന്നെ റിവ്യൂ, റിവൈസിങ് ആൻഡ് ചെക്കിംഗ് മെമോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ബ്ലോഗ്സ് ആൻഡ് ബ്ലോഗിങ്. ബ്ലോഗ്സ് ആൻഡ് ബ്ലോഗിങ് എന്നുള്ള സെക്ഷനാണ്. ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്ലോഗ് ഈസ് ഷോർട്ട് ഫോർ വെബ് ബ്ലോഗ്, ആൻ ഓൺലൈൻ വേർഷൻ ഓഫ് എ ജേണൽ. ജേണലിൻ്റെ ഓൺലൈൻ വേർഷനാണ് ബ്ലോഗ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. ഇവിടെ റൈറ്റേഴ്സ്, ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് എഴുതാനുള്ള, അവരുടെ വ്യൂസ്, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള, ഒരു സബ്ജക്റ്റിൻ്റെ മേലിൽ അവർക്ക് ഉണ്ടാകുന്ന ഒപ്പീനിയൻസ് പങ്കുവെക്കാനുള്ള സ്പേസാണ്, ഓൺലൈൻ സ്പേസാണ് ബ്ലോഗ്. ഇത് ഓൺലൈൻ വേർഷൻ ഓഫ് എ ജേണൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിവേഴ്സ് ക്രോണോളജിയിലാണ് വരുന്നത്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് പോലെ, വാട്സപ്പിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ ആദ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയി സെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുകളിൽ അപ്പിയർ ചെയ്യും, ഏറ്റവും ടോപ്പിൽ അപ്പിയർ ചെയ്യും. ലേറ്റസ്റ്റ് പോസ്റ്റ് അപ്പിയർ ഫസ്റ്റ്. പിന്നെ ഫ്രീ ബ്ലോഗ്സ് ഓഫർ ചെയ്യുന്ന ചില പ്ലാറ്റ്ഫോംസാണ് wordpress.com, ബ്ലോഗർ, ടൈം ചാനൽ, മൈസ്പേസ്, സ്പോർട്സ് ബ്ലോഗ് നെറ്റ്, ning.com സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പഠിച്ചു വെക്കുക. wordpress.com, blogger.com. ഇനി എങ്ങനെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം? വാട്ട് ഈസ് ബ്ലോഗ് ആൻഡ് വാട്ട് ഈസ് ബ്ലോഗിങ്? ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. എന്നിട്ട് ഒരു സിമ്പിൾ തീം ഉപയോഗിച്ചുകൊണ്ട് ബ്ലോഗ് ഡിസൈൻ ചെയ്യുക. പിന്നെ അതിന് നല്ല കിട്ടുമട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുക. വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുക. പിന്നെ പ്ലഗിൻ ചൂസ് ചെയ്യുക. നല്ല ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻസുകൾ, റീഡേഴ്സിന് ആവശ്യമുള്ള കോണ്ടൻസുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള സ്റ്റെപ്സ്. ബ്ലോഗിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നോക്കി പോയാൽ മതി. അർച്ചീവ്സ് എന്ന് പറഞ്ഞാൽ, അർച്ചീവ്സ് ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് പേജസിലേക്ക് മൂവ് ചെയ്യും. ഇതിനാണ് അർച്ചീവ്സ്. പഴയ കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളാണ് അച്ചീവ്സ് എന്ന് പറയുന്നത്. ബെൽസ് ആൻഡ് വിജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീൻ ടൂൾസ് ആണ്. അതായത് വിസിറ്റർ ട്രാഫിക്, ആരൊക്കെയാണ് നമ്മുടെ ബ്ലോഗ് സന്ദർശിക്കുന്നത്, ആരൊക്കെയാണ് അവരുടെ കൗണ്ടുകൾ, പ്രൈവസി ഇഷ്യൂസ് ഇല്ലെങ്കിൽ, പിന്നെ സെർച്ച് ബോക്സസ്, കീവേഡ്സ്, നമ്മുടെ വിസിറ്റേഴ്സിന് സെർച്ച് ചെയ്യാനുള്ള ബോക്സസ്, കീവേഡ്സ്, ഇതൊക്കെ ബെൽസ് ആൻഡ് വിജറ്റ്സ് എന്നുള്ള സെക്ഷനിൽ. കൊമൻറ്റ്സ്, ഫീഡ്ബാക്ക് ഫ്രം റീഡേഴ്സ്, ആരൊക്കെയാണ് കമൻറ്റ് റീഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് പോസ്റ്റ് റീഡ് ചെയ്യുന്നത്, ബ്ലോഗ് റീഡ് ചെയ്യുന്നത്, അവർക്കെല്ലാം ഈ ഒരു ഫീഡ്ബാക്ക് എഴുതാവുന്നതാണ്. പിന്നെ RSS എന്ന് പറഞ്ഞാൽ റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ, ഇതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ ഫയൽ. ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഫോട്ടോ സ്റ്റോറേജ് സൈറ്റ്. പിങ്, പാക്കറ്റ്, ഇൻ്റർനെറ്റ് ഗ്രൂപ്പ്, ഡാഷ്ബോർഡ്. ടെക്നോറാറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനാണ്. ഗസ്റ്റ് ബുക്ക് ഈസ് എൻ ഓൺലൈൻ ലെഡ്ജർ. SEO ഫുൾ ഫോം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് എറ്റിക്കറ്റ് ഓർ നെറ്റിക്കറ്റ്. നേരത്തെ നമ്മൾ ഹോണർ കോഡൊക്കെ കണ്ടു. അക്കാഡമിക് റൈറ്റിങ്ങിൽ ഹോണർ കോഡുകൾ കണ്ടു. ഹോണർ കോഡ് പോലെ തന്നെ ഈ നെറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പോഴും ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് നിയമാവലികളുണ്ട്. ഇപ്പോൾ ഇമെയിൽസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ സെൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സെൻഡ് ചെയ്താൽ അത് പിടിക്കാനുള്ള ഒരുപാട് സ്പേസസ്, അത് കണ്ടെത്താനുള്ള സ്പേസസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു നെറ്റിലും ഈ ഒരു സ്പേസസ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം എറ്റിക്കറ്റ്, അത്തരം ചര്യകൾ, നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളാണ് എറ്റിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ നമുക്കറിയാം, ഇമെയിൽ സ്പൂഫിങ്, മറ്റുള്ളവരുടെ ബാങ്ക് കൊള്ളയടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിൾ ആയിട്ടുള്ള, അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുക എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് പല റോബറീസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം റോബറീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എറ്റിക്കറ്റ് ഓർ നെറ്റിക്കറ്റ്, കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്.
അപ്പോൾ ഇത് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഈസ് ഫാക്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടെലിഫോണിക് ഡിവൈസസ് കണക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള കോപ്പീസ് അത് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്സ് ട്രാൻസ്മിഷൻ. നേരത്തെ എറ്റിക്കറ്റ് ഓർ നെറ്റിക്കറ്റ് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഇമെയിലൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യുന്നതായിട്ട്, നെഗറ്റീവായിട്ട് ചൂഷണം ചെയ്യുന്നതായിട്ട്, മറ്റുള്ളവരുടെ ക്രെഡിബിൾ ഇൻഫർമേഷനൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ, ഏത് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പാലിക്കേണ്ട ചില കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഈ ഒരു എറ്റിക്കറ്റ് ഓർ നെറ്റിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫാക്സ് ട്രാൻസ്മിഷൻ. ഫാക്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ, ഫാക്സ് എന്ന് പറഞ്ഞാൽ ഫാക്സിമിലി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ രണ്ട് ടെലിഫോണിക് ഡിവൈസസ് തമ്മിൽ, രണ്ട് പ്രിൻ്റഡ് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുള്ള ടെലിഫോണിക് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള കോപ്പീസ് സ്കാൻ ചെയ്തുകൊണ്ട് അത് സെൻഡ് ചെയ്യുന്നതിനാണ് നമുക്ക് ഫാക്സ് ട്രാൻസ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഡ്രോയിങ്സിൻ്റെയും ഡ്രാഫ്റ്റ്സ് ഓഫ് ബ്രോഷേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫാക്സ് ട്രാൻസ്മിഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ 5 പേജസിൻ്റെ കുറവായിരിക്കണം ഒരു കവർ ഷീറ്റ്. പിന്നെ ലെങ്തി റിപ്പോർട്ട് ഒന്നും അക്സെപ്റ്റഡ് അല്ല, അതായത് അക്സെപ്റ്റബിൾ അല്ല. വളരെ ലെങ്തി ആയിട്ട് എഴുതരുത്. പിന്നെ ടെക്സ്റ്റേർഡ് പേപ്പറിൽ, ഒരുപാട് കുത്തും വരെയുള്ള പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ ഉപയോഗിക്കാൻ പാടില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ആ ഒരു മെസ്സേജ്. അപ്പം സെൻറ്ററിനോട് പറയണം മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കണമെന്ന്. ദാറ്റ് ഈസ് നോട്ടിഫൈ ദ സെൻറ്റർ വെൻ ദ മെസ്സേജ് ഈസ് റിസീവ്ഡ്. നെക്സ്റ്റ് ഈസ് സമറൈസിങ്. സമറൈസിങ് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. ആർട്ട് ഓഫ് കണ്ടൻസേഷൻ, അതായത് കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് എ ബുക്ക്. ഒരു ബുക്കിൻ്റെ ഏറ്റവും കണ്ടൻസ്ഡ് വേർഷനാണ്. എല്ലാ എക്സാമിനും ഒരു ബുക്കിൻ്റെ ബുക്ക് റിവ്യൂ എഴുതാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഒരു റിവ്യൂ എങ്ങനെയാണ്, അതായത് റിവ്യൂ ഷുഡ് നോട്ട് ബി ടു ലോങ് ബട്ട് ഷുഡ് കണ്ടെയ്ൻ ദ മെസ്സേജസ് ഓർ വാട്ട് യു ഹാവ് റെഡ്. ഇംപ്രഷനിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ ഒരു ഹെഡിങ് വളരെ മസ്റ്റാണ്. എന്ത് എഴുതുമ്പോഴും, റിപ്പോർട്ട് എഴുതുമ്പോഴും റിവ്യൂ എഴുതുമ്പോഴും ഹെഡിങ് മസ്റ്റാണ്. ഈവൻ ലെറ്റർ എഴുതുമ്പോൾ പോലും നമ്മൾ കവർ ലെറ്റർ എന്നുള്ള ഹെഡിങ് എഴുതണം. ഇവിടെ നമ്മൾ സമറൈസിങ്, ഏത് ബുക്ക്, ദ റിവ്യൂ ഓഫ് ദി ബുക്ക്, ആടുജീവിതമാണെങ്കിൽ ആടുജീവിതം, അല്ലെങ്കിൽ ബാല്യകാലസഖി ആണെങ്കിൽ അങ്ങനെ, സോ ദ പ്രോഫിറ്റ് ആണെങ്കിൽ അങ്ങനെ. സോ ഒരു ബുക്കിൻ്റെ റിവ്യൂ എഴുതുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോർട്ടായിട്ടാണ് എഴുതേണ്ടത്, ഷോർട്ടായിട്ടാണ്. പിന്നെ നമ്മൾ ഓതർ എഴുതിയിട്ടുള്ള ഐഡിയാസ് കമൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ജഡ്ജ്മെൻ്റ് ആവുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ സമ്മറൈസിങ് കപ്പാസിറ്റി, അദ്ദേഹം അതെങ്ങനെ പ്രസൻറ്റ് ചെയ്തു, ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ അത് സമ്മറൈസ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ, സമ്മറൈസ് ചെയ്യുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നോവലാണെങ്കിലും പോയട്രി ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനൊക്കെ നമുക്ക് സ്കിം ചെയ്ത് റീഡ് ചെയ്യുക. അതായത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ വായിച്ചു പോവുക. പിന്നെ കോണ്ടെക്സ്റ്റിൽ നിന്നും ഇൻഫർ ചെയ്യുക. അതായത് ചില വേർഡ്സിൻ്റെ മീനിങ് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോളണമെന്നില്ല, ചില നല്ല കട്ടിയുള്ള വൊക്കാബുലറി. പക്ഷേ അത് കോണ്ടെക്സ്റ്റിൽ നിന്നും നമുക്ക് ആ ഒരു അടുത്തടുത്ത വേർഡുകൾ, സെൻറ്റൻസുകൾ കണ്ടാൽ അതെന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ദാറ്റ് ഈസ് ഇൻഫർ മീനിങ് ഫ്രം ദി കോണ്ടെക്സ്റ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ ആദ്യം എഴുതുക, പിന്നെ അതിനെ മുറിച്ച് എഴുതുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക. വേണമെങ്കിൽ ഒരു ഡയഗ്രാം വരയ്ക്കാം, അല്ലെങ്കിൽ മെയിൻ ഐഡിയാസ് അതിനെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറഞ്ഞു. ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്ന്, ഒരു നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് അതൊന്ന് സർക്കിൾ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതുക, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ ഏത് ബുക്കാണോ റിവ്യൂ ചെയ്യുന്നത് ആ ബുക്കിൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ആരോ ഇട്ട് എഴുതിയിട്ട് പിന്നീട് റിവ്യൂ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മൾ കണ്ടു. സമ്മറൈസ് ചെയ്യുന്നത് പാരഗ്രാഫുകൾ ആയിട്ട് തന്നെയാണ് നമ്മൾ സമ്മറി എഴുതുന്നത്. ഇനി നമ്മൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആദ്യം സെൻറ്റേഴ്സ് അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് ഇവിടെ എഴുതുക. ഫ്രം അഡ്രസ്സ്, ഫ്രം എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം, കുറച്ച് ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് ഫ്രം അഡ്രസ്സ്. പിന്നെ സ്പേസ് ഇട്ടുകൊണ്ട് നമ്മൾ ഡേറ്റ് എഴുതുക. പിന്നെ നമ്മൾ റിസീവറുടെ അഡ്രസ്സ്,
ആർക്കാണോ നമ്മൾ ചെയ്യുന്നത്, ദ പ്രിൻസിപ്പൽ ആണെങ്കിൽ ടു ദ പ്രിൻസിപ്പൽ എന്ന് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, അദ്ദേഹത്തെ കോളേജ് അഡ്രസ്സ് ഇവിടെ എഴുതുക. പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എന്താണോ, അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ്, അപ്പോൾ അത് ബാങ്ക് മാനേജർക്കാണ് എഴുതുന്നത്. അപ്പോൾ സബ്ജക്റ്റ് നിർബന്ധമാണ്, വളരെ ഷോർട്ടായിട്ട് എഴുതുക. പിന്നെ ഡിയർ സർ മാഡം, പിന്നെ എല്ലാ ലെറ്ററിനും കോമൺ ആയിട്ട് നമ്മൾ എഴുതുക. ദിസ് ലെറ്റർ ഈസ് റിട്ടേൺ ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ ദാറ്റ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളങ്ങനെ ഫോർമലായിട്ട് എഴുതാറ്. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇതിൽ നമ്മൾ ഈ ഒരു ദിസ് ലെറ്റർ ഈസ് റിട്ടേൺ ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ ദാറ്റ്, ഈ ഒരു ലെറ്റർ ഞാൻ എഴുതുന്നത് നിങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് അറ്റൻഷനാണോ സീക്ക് ചെയ്യുന്നത് അത് എവിടെ എഴുതുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ദാറ്റ് മൈ ബാങ്ക് അക്കൗണ്ട് ഹാസ് ടു ബി ബാങ്ക് അക്കൗണ്ട് my address has been changed, so I request you to change my bank account address. പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ ഒന്നുമില്ല, സെൻറ്റേഴ്സ് അഡ്രസ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്തു വന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ സെൻറ്റേഴ്സ് അഡ്രസ്സ് എന്നില്ല. സോ നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് ക്ലോസിംഗ് ലൈൻസ്. റിഗാർഡ്സ് അല്ല, താങ്ക് യു യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതിക്കൊണ്ട് നമ്മുടെ സിഗ്നേച്ചറും പേരും സെൻറ്ററുടെ പേരും ഒന്നും കൂടി ഇവിടെ എഴുതുക. സോ ദാറ്റ്സ് എ ഫോർമാറ്റ് ഓഫ് ഫോർമൽ ലെറ്റർ. സോ ഒന്നുകൂടി നോക്കി വെക്കുക. ഫോർമാറ്റ്, സെൻറ്ററുടെ അഡ്രസ്സ്, പിന്നെ സ്പേസ് ഇട്ടിട്ട് ഇവിടെ ഡേറ്റ്, റിസീവറുടെ അഡ്രസ്സ്, എക്സെട്ര. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്കഷൻ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, വാട്ട് ഈസ് ക്ലീഷേ എക്സ്പ്രഷൻ എന്ന് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിരുന്നു. നമ്മൾ വൊക്കാബുലറി എന്നുള്ള ചാപ്റ്ററിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലീഷേ എക്സ്പ്രഷൻ. ക്ലീഷേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ലിച്ച്ഡ് എന്നാണ് എഴുതാറുള്ളെങ്കിൽ പോലും നമുക്കതിനെ ക്ലീഷേ എക്സ്പ്രഷൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ക്ലീഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന വേർഡ്സ്, ഏജ് ഓൾഡ് വേർഡ്സ്, നമുക്ക് കേട്ട് താമ്പിച്ച് കേട്ട് മടുത്ത് വേർഡ്സ് അങ്ങനെ പറയാം. നമ്മൾ കാസറ്റ് മാറ്റിയിടാം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സോ കേട്ട് താമ്പിച്ച വേർഡ്സാണ് നമുക്ക് ക്ലീഷേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ, പോയറ്റിക് എക്സ്പ്രഷൻ, അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലീഷേ എക്സ്പ്രഷനിൽ വരാം. ഈസ് ബ്രേവ് ആസ് എ ലയൺ ഒരു മെറ്റഫോറിക്കൽ എക്സ്പ്രഷനാണ്. അദ്ദേഹം സിംഹത്തെ പോലെ അദ്ദേഹം ധീരനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീഷേ എക്സ്പ്രഷനായിട്ട് വരാം. അല്ലെങ്കിൽ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ ഒരാൾ പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ അത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ കേട്ടതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് ക്ലീഷേ എക്സ്പ്രഷൻ. ഇതൊക്കെ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സ്റ്റോക്ക് ഫ്രേസസ് ആൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതും നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിലും സ്റ്റോക്ക് ഫ്രേസസ് ആൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാചകങ്ങൾ എഴുതുക, വേർഡി ആയിട്ട് എഴുതുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റ് ഓൾ ടൈംസ് എന്നുള്ള പകരം ഓൾവേസ് എന്ന് ഉപയോഗിച്ചാൽ ഇത്ര ഒരു ലിസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ആർ പങ്ക്ച്വേഷൻ മാർക്സ്, അതിൻ്റെ ഓരോന്നിൻ്റെയും 2 യൂസേജസ് വീതം നിങ്ങൾ പഠിച്ചു വെക്കുക. കോമ, അപ്പോസ്ട്രോഫി, എക്സ്ക്ലമേഷൻ മാർക്സ്, അപ്പോസ്ട്രോഫി തന്നെയാണ് എക്സ്ക്ലമേഷൻ മാർക്സ്, പിന്നെ കോമ, ഹൈഫൺ, എം ഡാഷ്, എൻ ഡാഷ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും 2 എക്സാമ്പിൾസ് വീതം പഠിച്ചു പോകാവുന്നതാണ്. So this is all about academic writing, and I wish you all the best in your coming examination. Happy learning all, stay calm and write very positively and write more, and happy learning all. Assalamu alaikum warahmatullahi wabarakatuh.